ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ ഒരു ബർഗർ ഉണ്ടാക്കിയാലോ, ഒരു സിംഗർ ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുഞ്ഞു ബണ്ണില്ലേ, അത് വാങ്ങാൻ കിട്ടും 40 രൂപയുടെ, അത് വാങ്ങിക്കുക. പിന്നെ ഇതാ നമ്മുടെ ചെനക്കടലയില്ലേ, വെള്ളക്കടല, അത് വാങ്ങിയിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കുക. ഒരു 4 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം ഇതിലേക്കൊരു വല്യുള്ളി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതൊപ്പം തന്നെ നമ്മുടെ മല്ലിയിലില്ലേ, മല്ലിയില ഒരു കൈപ്പിടി മല്ലിയില, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതാ രണ്ടാക്കി പിളർന്നെടുത്തത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം നല്ല ജീരകം, പിന്നെ അല്പം കാശ്മീരി മുളക് പൊടി, പിന്നെ 4 ഏലക്ക, പിന്നെ അല്പം കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലും സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടി ക്വാണ്ടിറ്റി സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, കൂടാതെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇതാ ഞാൻ മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ആവണം, വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി തീരെ വെള്ളം ഇല്ലാത്തതിന് ഒരല്പം വെള്ളം, ശകലം ഒരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലത്തെ അടപ്പോ അല്ലെങ്കിൽ പാത്രമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. ഒരു മൂടിയിൽ വെച്ച് കൊടുത്തതാണ്, അത്യാവശ്യം കട്ടിയിൽ തന്നെ ആയി കിട്ടണം കേട്ടോ. കാരണം അല്ലാതെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ കയ്യിലേക്ക് അടർത്തി കൊടുത്ത് നല്ല ചൂട് തിളച്ച് മറിയുന്ന എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈസിയല്ലേ നമ്മുടെ ഫലാഫിൽ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ വെള്ളക്കടല വെച്ച് ഫലാഫിൽ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഫലാഫിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫലാഫിൽ ഇതുപോലെ മാത്രം ചെയ്താലും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നമ്മുടെ പരിപ്പ് വടക്കല്ലേ, അതുപോലെ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ചൂട് എണ്ണയിൽ കിടന്ന് തിളച്ച് മറിഞ്ഞ് വെന്ത് വരുന്നുണ്ട് നമ്മുടെ ഫലാഫിൽ. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ അതങ്ങ് കോരി മാറ്റും. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഫലാഫിലും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് പൊട്ടറ്റോസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മയണൈസും 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പൊക്കെ ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞ ബർഗർ ബണ്ണില്ലേ, ബർഗർ ബണ്ണ്, ഈ ബർഗർ ബണ്ണ് 2 മുറിച്ചെടുക്കണം. അപ്പോഴേക്ക് ഇത്രയും വെജീസും എടുത്തിട്ടുണ്ട്. ഒരു കക്കരിക്ക, പിന്നെ തക്കാളി, പിന്നെ കാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ല ലെച്ചൂസ് ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കൻ്റെ പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് 2 പകുതിയായിട്ട് മുറിച്ചെടുക്കണം. ഇനി അടിഭാഗത്തുള്ള വശത്തിലേക്ക് നമുക്ക് അല്പം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മയണൈസും കെച്ചപ്പുല്ലേ, അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്യാബേജിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുക. ചെറിയ പീസ് വെച്ച് കൊടുക്കുക. ഇഷ്ടമുള്ളവർക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതി. ചില കുട്ടികളൊന്നും കഴിക്കില്ല. കഴിക്കാത്തവർക്കാണെങ്കിൽ വെറും ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ ഫലാഫിലും ചേർത്ത് ബണ്ണ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തക്കാളിയുടെ പീസ് വെച്ച് കൊടുക്കുക, ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കൊടുക്കുക, പിന്നെ ഒരു കക്കരിക്കേൻ്റെ പീസും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫലാഫിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ അല്പം കൂടി നമ്മുടെ മയണൈസും കെച്ചപ്പും ചേർത്ത് കൊടുത്ത് അല്പം ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കുക. അല്ല, എൻ്റെ അടുത്ത് മൊസറല്ല ചീസ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് വെച്ച് കൊടുത്തു, അല്പം ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും വെച്ച് ഇതുപോലെ ബർഗർ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈസി അല്ലേ, നല്ല കാണാനും ഭംഗിയുണ്ട്, കുട്ടികൾക്ക് അതിലേറെ ഇഷ്ടാവും ചെയ്യും. ഇനി ഇതൊന്ന് ഗ്രിൽ പാനിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ഫ്രൈ പാനിലോ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗർ ബന്ന് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവസാനത്തെ റിസൾട്ട് ഇതാണ്. അപ്പോൾ ഈസി അല്ലേ, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. ബൈ.